നമുക്കിതാ ഇത്രയൊക്കെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള കുക്കർ അപ്പോൾ എങ്ങനെയാണ് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുകയെന്നാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് വെറും ഒരു ഗ്ലാസ് പച്ചരിയും ഒരു 1.25 ഗ്ലാസ് വെള്ളവും പിന്നെ ഒരു 2 ശർക്കരയും മാത്രം മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇഷ്ടമായിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടം കണ്ടില്ല എത്ര സോഫ്റ്റ് ആണെന്ന്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ഗ്ലാസ് പച്ചരി ഒന്ന് കുതിരാൻ വെക്കണം കേട്ടോ. ഒരു 2-3 മണിക്കൂർ വെച്ചാൽ മതി, മാക്സിമം ഒരു 4 മണിക്കൂർ. സമയമില്ലാത്തപ്പോൾ നിങ്ങൾക്കൊരു 2 മണിക്കൂർ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മളൊന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് കുതിർത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 മണിക്കൂറായിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലോട്ട് ഒരു 3 ടീസ്പൂൺ നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കണം. അത് ഏത് ടൈപ്പാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമ്മൾ അതിലോട്ടൊരു 3 ഏലക്കായും പിന്നെ ഒരു 1.5 ടീസ്പൂണ് ചെറിയ ജീരകം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് അരച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ഒരു 3/4 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് അതൊരു ബൗളിലോട്ട് ഒഴിച്ചൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലോട്ട് ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു 2.5 പീസ് ശർക്കരയാണ്. ഇത് വലുതായതുകൊണ്ട് ഞാൻ 2.5 പീസാണ് എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് 3 പീസ് എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അധികം മധുരം ഇഷ്ടമില്ലാത്ത ആളുകളാണെങ്കിൽ ഒരു 2 പീസോ 1.5 പീസോ ഒക്കെ എടുത്താൽ മതി. ഇനി അതൊന്ന് നമുക്ക് മെൽറ്റാക്കി എടുക്കാം. അതിനായിട്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇനി അതൊന്ന് തളിച്ച് റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഒരു തേങ്ങ ഇങ്ങനെ കൊത്തി അരിഞ്ഞ് വെച്ചതും പിന്നെ ചെറിയ ഉള്ളിയും കൂടി ഒന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അതിനായിട്ട് നമുക്ക് ഒരു കുക്കറിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. അതൊന്ന് ഒരു ഷെയ്ഡ് മാറുന്ന സമയത്ത് അതിലോട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു ടേസ്റ്റിന് വേണ്ടി ചെയ്യുന്നതാണ്. നിങ്ങൾക്കിത് താല്പര്യം ഇല്ലെങ്കിൽ ഇത് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. നോർമലി വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ചൂടായിട്ട് അതിലോട്ട് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുത്താലും മതി. അപ്പോൾ ഞാനിത് 2 കുക്കറിലായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്ന് 2 കൂടി ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ റെഡിയായി വരുമ്പോഴത്തേക്കും നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഡയറക്റ്റായിട്ട് തന്നെ നമ്മുടെ ഒരു മിക്സിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒരു അരപ്പ് വെച്ചിട്ട് ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ബാക്കിയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി അതിലോട്ട് നമ്മൾ കുറച്ചൊരു അപ്പക്കാരം നമ്മുടെ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമ്മുടെ കുക്കറിലോട്ട് ഇത് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കുക്കറിലോട്ട് ഒഴിച്ചെടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഹൈ ഫ്ലെയിമിലായിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരു 5 സെക്കൻഡൊക്കെ ആ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ നമ്മൾ ഒഴിച്ചതിന് ശേഷവും. അപ്പോൾ നമ്മളിത് 2 പോർഷൻ ആക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വലിയ കുക്കറിൽ ഒരു തവണ മാത്രമായിട്ടും ചെയ്തെടുക്കുക കേട്ടോ. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മളിത് 2 എണ്ണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ വിസിലൊക്കെ മാറ്റിയതിന് ശേഷം ഒന്ന് അടച്ചു കൊടുക്കുക. എന്നിട്ട് ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതുപോലെ ഒരു പഴയ മൂടി എന്തെങ്കിലും അടിയിൽ വെച്ച് കൊടുക്കുക കേട്ടോ, കരിഞ്ഞ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു 15-20 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ആവി വരുന്നുണ്ടോ എന്നൊരു സ്പൂൺ വെച്ച് നോക്കുക. അപ്പോൾ അതിലിങ്ങനെ വെള്ളത്തിൻ്റെ ഡ്രോപ്സ് ഉണ്ടെങ്കിൽ ആവി വരുന്നുണ്ടാവും, ഏകദേശം റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോൾ ആയിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി ഒരു 5 മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. നമ്മളിത് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഒന്ന് കുക്കർ ചൂടാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അറ്റമൊക്കെ തന്നെ വിട്ട് വന്നോളൂ. അതിന് ശേഷം പുറത്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള കുക്കർ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.